ഇന്ത്യൻ ഭരണഘടന രാഷ്ട്രീയപരമായി വലിയൊരു ചർച്ചകൾക്കാണ് ഇന്ന് ഇന്ത്യയിൽ വഴിവെക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ പല വിധത്തിലും രാഷ്ട്രീയപരമായി നമ്മൾ ഇങ്ങനെ ഇഴകീറി പരിശോധിക്കുകയാണ്. മതേതരവും സോഷ്യലിസവും ഒക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ് RSSന്റെ BJPയുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. അന്ന് ഇന്ദിരാഗാന്ധി എഴുതി ചേർത്ത അല്ലെങ്കിൽ അപ്രൂവൽ കൊടുത്ത ഭരണഘടനയുടെ ആമുഖങ്ങൾക്കൊക്കെ ഇന്ന് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വലിയ മാനങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം ഇന്ന് ഭരണഘടന ഒരു പ്രാമുഖ്യമില്ലാത്ത ഒന്നാണെന്ന് RSSന് BJPക്ക് തോന്നാൻ കാരണം? മതേതരവും സോഷ്യലിസവും ഒക്കെ എടുത്തു കളഞ്ഞിട്ടുള്ള ഒരു ഭരണഘടനയെ കോൺഗ്രസിന് അംഗീകരിക്കാൻ സാധിക്കുമോ? രണ്ട് ചോദ്യങ്ങൾ മധു സർ. അല്ല, ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ടുള്ള BJPയുടെയും ഭരണകക്ഷിയുടെയും നിലപാടുകൾ സുവ്യക്തമാണ്. അവർ ഒരു കാലത്ത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടില്ല. അതിന്റെ പ്രിൻസിപ്പിൾസിനെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അവരൊരു തിയോക്രാറ്റിക് സൊസൈറ്റിയുടെ വക്താക്കളാണ്. അവർ മതരാഷ്ട്രമാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ പ്രത്യയശാസ്ത്രം മനുസ്മൃതിയാണ്. മനുസ്മൃതിയുടെ തത്വങ്ങളെ ഭരണഘടനയുടെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാൻ കഴിയുക? ഇന്ത്യ വിഭജന കാലത്ത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകണമെന്ന് നിലപാട് സ്വീകരിച്ചവരും ആഗ്രഹിച്ചവരുമാണ് ഇന്ത്യയിലെ RSSകാർ. RSS ആണ് BJPയുടെ ശക്തി സ്രോതസ്. അവരാണ് രാജ്യത്തിന്റെ പിന്മാതിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറിനെ അവർ അംഗീകരിച്ചിട്ടില്ല. അവർക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അംബേദ്കറും ഗാന്ധിയും നെഹ്റുവും എല്ലാം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കണം എന്നാഗ്രഹിച്ചവരാണ്. ഇന്ത്യയുടെ പാരമ്പര്യം അതാണ്. എല്ലാ മതങ്ങളെയും എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു ക്യാൻവാസാണ് ഇന്ത്യക്കുള്ളത്, ഒരു മനസ്സാണ് ഇന്ത്യക്കുള്ളത്. അത് പക്ഷെ BJPക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. പാകിസ്ഥാൻ ഇസ്ലാം രാഷ്ട്രമായപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ ഒരു ഹൈന്ദവ രാഷ്ട്രമാകണം, അത് മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിലാകണം എന്ന് ആഗ്രഹിക്കുന്ന പ്രത്യയശാസ്ത്രക്കാർ 47 മുതൽ ഇന്ത്യയിൽ വിവിധ രൂപങ്ങളിൽ ഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും കലാപങ്ങൾ ഉണ്ടാക്കുകയും കൊലപാതകങ്ങൾ നടത്തുകയും ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗാന്ധിവധം അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ഗാന്ധിയെ വധിക്കാൻ കാരണം അവരുടെ തീവ്രമായ ഈ ജാതി മത ചിന്തയാണ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിട്ടുള്ള BR അംബേദ്കറിനെ ഏറ്റവും അവസാനം അവര് പാർലമെന്റിൽ ആക്ഷേപിച്ച് കണ്ടില്ലേ? അംബേദ്കർ അംബേദ്കർ അംബേദ്കർ. എന്തിനാ നിങ്ങൾ ഈ പേരിങ്ങനെ ഉച്ചരിക്കുന്നത്? അതിനു പകരം നിങ്ങൾ ദൈവത്തിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം ഉടലോടെ എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പൊ അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർ പറയുന്നത് സെക്യുലറിസവും സോഷ്യലിസവും ഭരണഘടനയുടെ ഭാഗമാക്കേണ്ടിയിരുന്നില്ല. അത് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ എഴുതി ചേർത്തത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്നാണ്. അത് ഭരണഘടന എന്താണെന്ന് അറിയാത്തവരുടെ ജൽപ്പനം മാത്രമാണ്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഭരണഘടന ഒരിക്കലെങ്കിലും ഒന്ന് വായിക്കണമെന്നാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും ഇതുവരെ ആ ഭരണഘടനയെ വിശ്വാസത്തോടെയും കൂറോടെയും വായിച്ച് മനസ്സിലാക്കാൻ പരിശ്രമിച്ചിട്ടില്ല എന്നാണ് ഇത്തരം ദുർബലമായ വാദങ്ങൾ ഉയർത്തുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണെന്നുള്ളത് പ്രഖ്യാപിതമായ നമ്മുടെ നയമാണ്. ആ സോഷ്യലിസം ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തത്, പ്രിയാമ്പിളിൽ എഴുതി ചേർത്തത് ഭാവി കാലത്തുണ്ടാകാൻ സാധ്യതയുള്ള വിനാശത്തെ തകർക്കാൻ വേണ്ടിയാണ്. എന്തിനാണ് ഒരു സെക്യുലറിസം എന്ന വാക്ക് നമ്മൾ എഴുതി ചേർക്കാൻ കാരണം? അത് നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ്, നമ്മുടെ പ്ലൂറലിസത്തോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. നമ്മുടെ റിലീജിയസ് താല്പര്യങ്ങളെ ഏതെങ്കിലും ഒരു മതത്തിന് മാത്രമായി മാറ്റിവെക്കാനുള്ള ഭാവി കാലത്ത് ഉണ്ടാകാൻ പോകുന്ന ത്രെട്ടിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഹിന്ദുക്കൾ മാത്രമല്ല, ഹിന്ദുക്കളിലും മഹാഭൂരിപക്ഷവും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകാൻ ആഗ്രഹിക്കുന്നവരല്ല. അവരെല്ലാം ഇൻക്ലൂസീവ് ആയിട്ടുള്ള സൊസൈറ്റി ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ ഒരു വിധത്തിലും ബാധിക്കാതെ ഉള്ള ഭേദഗതിയാണ് വരുത്തിയിട്ടുള്ളത്. സോഷ്യലിസം എന്ന വാക്ക് ചേർത്താൽ എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഓൾറെഡി ദർ ഈസ് പ്രിൻസിപ്പിൾസ്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉണ്ട്. ബാങ്കുകൾ ദേശസാൽക്കരിച്ച, പ്രിവ്യൂ പേഴ്സ് നിർത്തലാക്കിയ ഒരു സ്റ്റേറ്റിന് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആണെന്ന് കുറച്ച് ഊന്നി പറയേണ്ട ആവശ്യകത വന്നതുകൊണ്ടാണ് അത് ഇന്ദിരാഗാന്ധി ചെയ്യാൻ കാരണം. നമ്മുടെ ആഗ്രഹം ഇക്വിറ്റബിൾ ആയിട്ടുള്ള, ജസ്റ്റ് ആയിട്ടുള്ള, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ നിലനിൽപ്പാണ്. ആ നിലനിൽപ്പിന് ഭീഷണി ഉയർന്ന സാഹചര്യത്തിലാണ് ഭാവിയിൽ ഉണ്ടാകാവുന്ന ത്രെട്ടിനെ കൂടി അതിജീവിക്കാൻ സോഷ്യലിസവും സെക്യുലറിസവും ഭരണഘടന ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യ ഒരു സെക്യുലർ സൊസൈറ്റി തന്നെയാണ്.
അത് പ്രിയാമ്പിളിൽ എഴുതി ചേർത്തത് ഇതുപോലുള്ള ഒരു ഭരണം ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ടാകാവുന്ന അപകടത്തെ മുൻകൂട്ടി കണ്ടാണ്. ഇത് അവരുടെ ദുരാഗ്രഹം പുറത്തു വരികയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്ത സെക്യുലറിസം, സോഷ്യലിസം എന്നീ പദങ്ങൾ ഇന്ത്യൻ സൊസൈറ്റിയെ അതിശക്തമായി നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു റിവിഷൻ ഓഫ് ഐഡിയൽസ് അല്ല. ഇതെന്താണ് നമുക്ക് ചെയ്തിട്ടുള്ളത്? കോഡിഫിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്. ഓൾറെഡി എക്സിസ്റ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിലുണ്ടായിരുന്ന ചില പ്രിൻസിപ്പിൾസിന്റെ കോഡിഫിക്കേഷൻ ആണ്, റിവിഷൻ ഓഫ് ഐഡിയൽസ് അല്ല. ഒരു പുനർ വിസിറ്റ് അല്ല, പുനർ സന്ദർശനമല്ല നടന്നിട്ടുള്ളത്. ഇതിലുള്ളതിനെ തന്നെ കോഡിഫൈ ചെയ്ത ഒരു നയമാണ് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സെക്യുലറിസം, സോഷ്യലിസം എന്നീ വാക്കുകൾ എഴുതി ചേർത്തവരുടെ. ഒന്നും മാത്രമല്ല, ആർട്ടിക്കിൾ 14, 15, 16, 25 to 28 and 30 ഇത്തരം 39 ഇത്തരം ഭരണഘടനാ ആർട്ടിക്കിളുകൾ വിഭാവനം ചെയ്യുന്ന തത്വങ്ങളെ കോഡിഫൈ ചെയ്താണ് പ്രിയാമ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അത് ഭരണഘടനാ വിരുദ്ധമാണെന്നോ തത്വങ്ങൾക്കെതിരാണെന്നോ അടിസ്ഥാന ആശയങ്ങൾക്കെതിരാണെന്നോ പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഇത് കണ്ണു കാണാത്തയാൾ കാണുന്നത് പോലെയുള്ളതാണ്. ഇവർ വായിച്ചിട്ടില്ല ഭരണഘടന. ഇവർക്ക് ഭരണഘടനയോട് കൂറില്ല. ഇവർക്ക് ഇന്ത്യയോട് തന്നെ വിശ്വാസമില്ല. ഇവർ ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാക്കിയ കാലം മുതൽ അതിനെ എതിർത്തവരാണ്. ഒരിക്കലും അംഗീകരിച്ചവരല്ല. ഇവരും കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ഭരണഘടന ഉൾക്കൊണ്ടവരല്ല. അതുകൊണ്ടാണ് ഇവർ ഇപ്പോഴും ഈ ജൽപ്പനങ്ങൾ നടത്തുന്നത്. അപ്പോ ഈ RSSന്റെ മേധാവി ദത്താത്രേയ ഹൊസാബലെ അത് പറഞ്ഞു എന്നാൽ അതിന്റെ അർത്ഥം അത് RSS പറഞ്ഞു എന്നാണ്. അത് BJP പറഞ്ഞു, മോഡി പറഞ്ഞു, അമിത്ഷാ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾ പറയാം, ഇന്ത്യയിൽ ഒരു കാലത്തും ഭരണഘടനയെ തൊട്ട് കളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. പല്ലും നഖവും ഉപയോഗിച്ച് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി അതിന് എതിർക്കും. അതിന് അവകാശം അവർക്കില്ല. അടിയന്തരാവസ്ഥ കാലത്താണ് 76-ൽ ഭരണഘടനാ ഭേദഗതി ഇത്തരത്തിൽ വരുത്തിയിട്ടുള്ളത്. അത് വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെയാണ്, ഭരണഘടനാപരമായിട്ടാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. അത് ഭരണഘടനയെ സ്ട്രെങ്തൻ ചെയ്യുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരിക്കലും അത് ഭരണഘടനയെ വീക്കൻ ചെയ്തിട്ടില്ല. അപ്പം എന്താണ് വെച്ചാൽ, ഇന്ദിരാഗാന്ധി അല്ലെ കോൺഗ്രസ് പാർട്ടിയും ഈ നിലപാടെടുക്കാൻ കാരണം ഇന്ത്യക്ക് ഭാവി ഉണ്ടാകാൻ, ഇന്ത്യ വീണ്ടും ഒരിക്കൽ കൂടി ഭിന്നിക്കാൻ പാടില്ല. ഇന്ത്യ ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റിയാണ്, പ്ലൂറൽ സൊസൈറ്റിയാണ്. ആ തത്വത്തെയാണ് സെക്യുലറിസം എന്ന വാക്കിലൂടെ നമ്മൾ ഉയർത്തിപ്പിടിച്ചത്. അതുകൊണ്ട് BJPയുടെ നേതാക്കന്മാർ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാമെന്നുള്ളതല്ലാതെ ഒരു കാരണവശാലും ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് കളിക്കാൻ, അതിനെ ആക്രമിക്കാൻ, അതിന്റെ ബേസിക് സ്ട്രക്ചറിന്റെയും പ്രിൻസിപ്പിളിനെയും ഇല്ലാതാക്കാൻ ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി അനുവദിക്കില്ല. BJPക്ക് അതിന് കഴിയില്ല. അവർക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്നതിനുള്ള ശേഷിയില്ല. അഥവാ ശേഷി ഉണ്ടായാലും കൃത്രിമമായ മാർഗങ്ങളിലൂടെ, ഇപ്പൊ തെരഞ്ഞെടുപ്പുകളൊക്കെ അവരാണല്ലോ മാനേജ് ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ഒരു സബ്സിഡിയറി ഏജൻസി ആണല്ലോ. അങ്ങനെ വന്നാൽ പോലും ഇന്ത്യയിൽ ഭരണഘടനയെ തൊട്ട് കളിക്കാൻ കോൺഗ്രസ് അനുവദിക്കില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. അത് സുചിന്തിതമായ നിലപാടാണ്. അത് രാജ്യത്തെ ഐക്യത്തോടെ നിലനിർത്തി മുൻപോട്ട് കൊണ്ടുപോകാനുള്ള നിലപാടാണ്. ഇതിൽ പൊളിറ്റിക്കലായിട്ടുള്ള യാതൊരു ഇൻട്രസ്റ്റ് ഞങ്ങൾക്കില്ല. നാഷണൽ ഇൻട്രസ്റ്റ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. എന്തായാലും ഇത്തരത്തിൽ കോൺഗ്രസിന് ഇതിൽ വ്യക്തിപരമായ താല്പര്യങ്ങളില്ല, ദേശീയതയിലൂന്നിയുള്ള താല്പര്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂവെന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അഭിപ്രായം ഉയരുന്നുണ്ട്. ഒപ്പം മാത്രമല്ല, മല്ലികാർജുന ഖാർഗെ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു, ഏത് തരത്തിലും ഭരണഘടനയിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും ഒഴിവാക്കാൻ നീക്കം നടത്തിയ പല്ലും നഖവും ഉപയോഗിച്ച് അതിനെ നേരിടും, കോൺഗ്രസ് കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്ന്. പക്ഷേ RSSും BJPയും അതേ ആവശ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. മധു സാർ പറഞ്ഞതുപോലെ ദത്താത്രേയ ഹൊസബാലെ ഈ ഒരു പ്രസ്താവനയെ നമുക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു പ്രസ്താവനയായി കാണാൻ സാധിക്കില്ല. RSSന്റെ ശബ്ദമാണ്, അതുവഴി BJPയുടെ ശബ്ദമാണ്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ മറ്റെന്തെങ്കിലും നിലപാടെടുക്കുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കാണാം. പക്ഷെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് കോൺഗ്രസ്. വ്യക്തമാണ്. താങ്ക് യു സർ.